ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല ഞങ്ങൾക്ക് കുറച്ച് പച്ച മാങ്ങ കിട്ടിയെന്ന്. നല്ല മാങ്ങയായിരുന്നു എന്ന്. അപ്പോൾ ആ പച്ച മാങ്ങ ഇങ്ങനെ ഇടിച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണേ. നീനൂട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കൊടുത്താലും മാങ്ങ കഴിക്കും. നന്ദുവിനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും അതിനുവേണ്ടി കൊതിച്ചിരിക്കുക. മാങ്ങ കിട്ടുന്ന സന്തോഷം കണ്ടോ. അതുകൊണ്ട് എല്ലാം അറേഞ്ച് ചെയ്യാനും എല്ലാത്തിനും മുൻപന്തിൽ തന്നെ നിൽപ്പുണ്ട് രണ്ടുപേരും കേട്ടോ. അങ്ങനെ ആൻറ്റി നമ്മുടെ പച്ചമാങ്ങയൊക്കെ കഴുകിയെടുത്ത് അതെല്ലാം വരിഞ്ഞ് അതിൻ്റെ സൈഡിലെല്ലാം മുളക് പൊടി ചേർക്കുവാണേ. കൊണ്ടുവന്ന ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിച്ചതാട്ടോ. പക്ഷേ അന്ന് കുറച്ച് കാരണങ്ങളായിട്ടൊന്നും ഇതൊന്നും നടന്നില്ല. പിന്നെ അങ്ങ് പോസ്റ്റ്പോണ്ട് ആയിപ്പോയി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ചെയ്യാൻ പറ്റിയത്. എന്തായാലും മാങ്ങയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മാങ്ങ എപ്പോഴും നല്ല പച്ച മാങ്ങയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഒരുപാട് പുളിപ്പങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. പല്ല് ഭയങ്കര സെൻസിറ്റീവാണ്. പക്ഷേ പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. പണ്ട് ഇഷ്ടം പോലെ മാങ്ങ ഇങ്ങനെ ഉപ്പും കൂട്ടി കഴിക്കുമായിരുന്നു. ഉപ്പില്ലാതെ എത്ര പുളിപ്പായാലും കഴിക്കുമായിരുന്നു കേട്ടോ. മാത്രമല്ലാതെ പുളിമരം ഉണ്ടല്ലോ, പുളിമരത്തിൽ പച്ചപ്പുളിയും പഴുത്ത പുളിയൊക്കെ പച്ചപ്പുളിയൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ടിട്ട് അതിങ്ങനെ എടുത്തിട്ട് കടിച്ച് മുറിച്ച് ഇങ്ങനെ കഴിക്കും കേട്ടോ. ഒരു പുളിപ്പും ഫീൽ ചെയ്യും നമ്മളെ. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ ആ പ്രായത്തിലൊക്കെ. പണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ, പുളിമരത്തിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ പോയി നോക്കും. പുളിയൊക്കെ ഇങ്ങനെ പഴുത്ത് വീണിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാനായിട്ട്. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ സ്കൂളിൻ്റെ ബാക്കിലൊരു വലിയൊരു പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ. അതിലാണെങ്കിൽ നിറയെ പുളിയും. എന്തുമാത്രം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ കഴിച്ചിട്ടുണ്ട്. ആ പുളിമരത്തിന് ചുറ്റും വേരുകൾ ഇങ്ങനെ പടർന്ന് നിൽക്കുമായിരുന്നു. ഞങ്ങൾ അവിടെയായിരുന്നു എന്നും കളിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മയായിരിക്കുക. ഇനി അടുത്ത തവണയെങ്കിലും നാട്ടിൽ പോകുമ്പോൾ അവിടെയൊക്കെ പോയി കാണണം. ഇത് കണ്ടില്ലേ, എൻ്റെ കൊതിച്ചിപ്പാറ് ഇവിടെ കാത്തിരിക്കുമായിരുന്നത് കഴിക്കാനായിട്ട് കേട്ടോ. ഇവൾക്ക് എത്ര കൊടുത്താലും ഇവള് കഴിക്കും കേട്ടോ മാങ്ങ. ചേച്ചി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മാങ്ങ, നെല്ലിക്ക ഉപ്പിലിട്ടത്, നമ്മുടെ ലൗലോലിക്ക, പിന്നെ നമ്മുടെ അമ്പഴങ്ങ ഒക്കെ കൊണ്ടുവരും. അപ്പോൾ ശരി, ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.